പലസ്തീൻ ഹമാസുകൾക്കും ലെബനീസ് ഹിസ്ബുള്ളകൾക്കും ശേഷം അങ്ങ് ദൂരെ നിന്ന് ഇസ്രായേലിനെ ചൊറിയാൻ പോയ യമനീസ് ഹൂതികൾ എന്ന തീവ്രവാദികൾ ഭൂപരപ്പിൽ നിന്ന് നാമാവശേഷമാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. ഇറാൻ തീവ്രവാദ സംഘടനയായ ലെബനീസ് ഹിസ്ബുള്ളകളെ നാമാവശേഷമാക്കുകയും അതിന്റെ നേതാക്കന്മാരെ മുഴുവൻ ചാമ്പലാക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ സ്വന്തം നാശമുറപ്പിച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയ ഇറാന്റെ തന്നെ സ്പോൺസറിംഗിൽ ഓടുന്ന തീവ്രവാദ സംഘടനയായ യമനീസ് ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചു. യമനിലെ റാസിസ, ഹൊദൈദ എന്നീ പ്രമുഖ നഗരങ്ങളിലെ ഹൂതി കേന്ദ്രങ്ങളും അവിടുത്തെ തുറമുഖങ്ങളും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും 2 പവർ സ്റ്റേഷനുകളും സൈനിക സപ്ലൈകളും തകർത്തു. എണ്ണ സംഭരണശാലകൾ തകർത്തതോടെ ഹൊദൈദ നഗരം പൂർണ്ണമായി അഗ്നിക്കിരയായി എന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ നിതാന്ത ശത്രുവായ ഹൂതികളെ അടിക്കുന്നത് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെങ്കിലും US സഹായമില്ലാതെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. UN അസംബ്ലിക്ക് ശേഷം മടങ്ങിവരുന്ന നെതന്യാഹു ലോഞ്ച് ചെയ്ത ഇസ്രായേലിലെ ടെൽ അവീവിനടുത്തുള്ള ബെൻ ഗൂരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ച് ആക്രമണത്തിന് ശ്രമിച്ചതോടെയാണ് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത തിരിച്ചടികൾക്കായി ഇസ്രായേൽ കളത്തിലിറങ്ങിയത്. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേന വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഹൂതി കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് എബ്രഹാം മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈയിലും ഡ്രോൺ ആക്രമണത്തിലൂടെ പ്രകോപനം സൃഷ്ടിക്കാൻ ഹൂതികൾ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായ തിരിച്ചടികളാണ് ഹൂതികൾ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബെൻ ഗൂരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ ഫലപ്രദമായി നിർവീര്യമാക്കിയെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഹൂതികൾ ഇസ്രായേലിന്റെ നാവിക മേഖലയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത് നിരന്തരമായ ആക്രമണമായിരുന്നു. ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ കപ്പലുകൾക്കെതിരെ മാത്രമല്ല US കപ്പലുകൾക്കെതിരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ തൊടുത്ത മിസൈലിനുള്ള തിരിച്ചടി എന്നതിനപ്പുറത്ത് ഇസ്രായേലും USഉം കൂടി തീരുമാനിച്ച നിർണായക നീക്കം തന്നെയാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഹൂതികൾ എന്ന നാമം പോലും ചരിത്രത്തിൽ തിരോഭവിക്കാൻ ഇനിയും അധികം സമയം വേണ്ടിവരില്ലെന്ന് ഉറപ്പാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ മിസൈൽ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അൽ മസീറ TVയോട് പ്രതികരിച്ച ഹൂതി ഗ്രൂപ്പ് തലവൻ യഹ്യ സാരി ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളോട് പ്രതികരിക്കുന്നത് തുടരുമെന്നും ഗാസയും ലെബനനെയും പിന്തുണച്ചുകൊണ്ട് പ്രതിരോധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. തങ്ങളുടെ അന്തർമന്ദിരത്തിൽ കയറി ഇസ്മായിൽ ഹനിയെ തീർത്തതിന് പ്രതികാരം ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഭയവും വിറയലും കാരണം ഒന്ന് ചലിക്കാൻ പോലും വയ്യാതായി പോയ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇപ്പോൾ നസ്രളയെ തീർത്തതിന് പകരം ചോദിച്ചിരിക്കുമെന്ന് കട്ടായമായി പറഞ്ഞ് വീണ്ടും പ്രസ്താവന ഇറക്കിയിട്ട് പ്രാണരക്ഷാർത്ഥം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന കൗതുകകരമായ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. അമേരിക്കയുടെ പിൻബലത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും യമൻ ജനങ്ങളുടെ താൽപര്യങ്ങൾ തകരില്ലെന്നും ഗാസയും ലെബനനെയും ഉപേക്ഷിക്കില്ല എന്നുമൊക്കെയുള്ള പ്രസ്താവനകളുമായി ഒരു ഹൂതി വക്താവും ഇപ്പോൾ രംഗത്ത് വന്നു. എന്നാൽ എവിടെ എത്തിച്ചേരണമെന്നും എവിടെ കൃത്യമായി അടിക്കണമെന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും ഇറാൻ കേന്ദ്രീകൃതമായ അച്ചുതണ്ടിലേക്കാണ് ഞങ്ങൾ നോക്കുന്നതെന്നും അവരുടെ തല നമ്മൾ തെറിപ്പിച്ചെന്നും ഹിസ്ബുള്ളകൾ ഇനിയും അടിവാങ്ങി കൂട്ടുമെന്നും ഇസ്രായേലിന്റെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹാലവി പറഞ്ഞു. പുതിയ യുദ്ധമുഖങ്ങൾ തുറന്ന് യുദ്ധം വ്യാപിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഹൂതികളെ പോലെ ആരെങ്കിലും ഇസ്രായേലിന് നേരെ ഡ്രോണും മിസൈലും വിട്ടുകളിച്ചാൽ അവരെ കളി പഠിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. F-15I യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രായേലി വിമാനങ്ങളാണ് 1800 കിലോമീറ്റർ അകലെ ഹൂതികൾക്കെതിരായി ആരംഭിച്ച തിരിച്ചടിയിൽ അണിനിരന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 4 ഹൂതികൾ കൊല്ലപ്പെടുകയും 29 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് ഹൂതി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത നീക്കത്തിൽ യമനിലെ പവർ പ്ലാന്റുകളും ഓയിൽ ഇമ്പോർട്ട് തുറമുഖങ്ങളും ഹൊദൈദ നഗരത്തെയും ലക്ഷ്യം വെക്കാനാണ് IDF പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.